നായകനാവാൻ വേണ്ടി നടക്കുന്ന രണ്ടുപേരാ. പക്ഷെ എനിക്ക് നായകനാവണമെന്നുള്ള കേസ് ഋത്തിക് റോഷൻ കഴിഞ്ഞപ്പോ ഋത്തിക് റോഷൻ കഴിഞ്ഞ് അപ്പൊ അതിനു മുമ്പ് വിഷ്ണുവിനോട് പോലും സത്യത്തിൽ എനിക്ക് നായകനാവണമെന്നുള്ള കാര്യം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കിടന്നിട്ടുണ്ടാവുള്ളൂ. കാരണം എനിക്കിത് പറയാനുള്ള ഒരു ചമ്മലുണ്ടല്ലോ. അങ്ങനെ ഋത്തിക് റോഷൻ കഴിഞ്ഞോടുകൂടി സത്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. റൈറ്റർ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള മനസ്സിലായി. കട്ടപ്പന ഋത്തിക് റോഷൻ്റെ റൈറ്ററാണ്, പക്ഷെ ആക്ടർ നിൽക്കുന്നിടത്ത് റൈറ്റർക്ക് ഒരു സ്ഥാനമില്ല. അതായത് അവനും ഞാനും കൂടി തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അന്ന് വരെ ഒരുമിച്ച് കൈ പിടിച്ച് തന്നത് ഇവനെങ്ങനെ പൊക്കിക്കൊണ്ട് പോയി, ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അവന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല, ഓഡിയൻസിന്റെയും കുറ്റമല്ല, ആളുകൾക്ക് ഫെമിലിയർ ആവണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് നടൻ എന്ന് പറയുന്ന ആൾ വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ പരിപാടികൾ ചെയ്തു തുടങ്ങി. അങ്ങനെ എനിക്ക് അടുത്ത ദൈവാനുഗ്രഹം കിട്ടിയതാണ് ദിലീപേട്ടൻ. അതിൻ്റെ ഒരു സഹായമാണ്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒറ്റ സീനിൽ എന്നെ വിളിച്ചു ദിലീപേട്ടനെ തല്ലുന്നൊരു സീനാണ്. അതിൽ കണ്ടിട്ടാണ് റാഫി സാറ് റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ എന്നെ വില്ലനാക്കി വിളിച്ചത്. ഫഹദ് ഫാസിലാണ് നായകൻ. ഫഹദ് ഫാസിലിന്റെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, അല്ല ഞാൻ സത്യം പറഞ്ഞ വിക്കിപീഡിയ എടുത്തിട്ടേ അഭിനയിച്ചിട്ടുള്ള പടം ഏതൊക്കെയാണെന്ന് അറിയാൻ നോക്കിയപ്പോ ആക്ച്വലി ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അത് ഉണ്ട്, പക്ഷെ അത് നല്ലൊരു ലിസ്റ്റ് ആട്ടോ അത്. അപ്പൊ റോൾ മോഡൽ കഴിഞ്ഞതാ. റോൾ മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമായിട്ട് അപ്പൊ സ്ക്രീനിൽ വരുന്നത് ആദ്യമായിട്ട് സ്ക്രീനിൽ വരുന്നത് എന്നെ ഇപ്പോഴത്തെ അത് ഇപ്പൊ നമ്മുടെ പ്രിൻസ് എന്ന് പറഞ്ഞ പടമില്ലേ, പ്രിൻസിന്റെ ഡയറക്ടർ ബിൻഡോ വിളിച്ചിട്ട് കേരള ടുഡേ എന്ന് പറഞ്ഞിട്ട് കപ്പിൽ എന്ന് പറഞ്ഞ ആൾ ഡയറക്ട് ചെയ്ത മക്ബൂൽ സൽമാൻ നായകനായ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ആദ്യ സിനിമയിൽ മോഹൻ കാണിക്കുന്നത്. അത് പേരെന്തായിരുന്നു? കേരള ടുഡേ. അത് പക്ഷേ അതിന് മുന്നേ ഈ വിക്കിപീഡിയ തൊട്ടാൽ വിടത് രാവ് അങ്ങനെ രാവ് അത് കഴിഞ്ഞ, പക്ഷെ ഈ കേരള ടുഡേ കഴിഞ്ഞിട്ടാണ് രാവ്. അപ്പൊ അവര് രാവ് എന്ന് പറഞ്ഞ പടം അജിത്ത് പെഗാസിസ് ഡയറക്ട് ചെയ്ത പടത്തില് അതിലും നെഗറ്റീവ് റോളിൽ ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് എന്റെ ആദ്യത്തെ സിനിമകള്. പിന്നെ അമറില് ചെറിയ വേഷം, ഫർണിച്ചർ ഷോപ്പിനകത്ത് കട്ടപ്പനയില് മറ്റേ ബോംബ് എറിയുന്ന അത് വേഷം. പക്ഷെ റോൾ മോഡൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ബിഞ്ചു സുനിൽ കർമ്മ എന്ന് പറയുന്ന രണ്ടു പേർക്ക് ഇയാളുടെ ഫൈറ്റ് കണ്ടപ്പോൾ ഇയാളെ വെച്ചിട്ടൊരു സാധനം എഴുതിയാലോ എന്ന് പറഞ്ഞിട്ട് അവരെഴുതുന്ന കഥയാണ് ഹീറോ ആയിട്ട് അഭിനയിച്ച ബോംബ് കഥ. ഒരു പഴയ ബോംബ് കഥ. അത് ഷാഫി സാർ ഏറ്റെടുക്കുകയും ആൽവിൻ ആന്റണി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാണ് പുള്ളിയാണ്. അപ്പം ഇപ്പം ഇത് കേൾക്കുന്നവർക്ക് എന്തുമാത്രം ഇത് റിലേറ്റ് ആവുന്ന അറിയില്ല. പുള്ളി ആ സിനിമയ്ക്ക് എനിക്ക് വേണ്ടി നിന്നൊരു നിപ്പുണ്ട്. എന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ അറിയാലോ നിനക്ക്, ആരൊക്കെ എന്തൊക്കെ പറയും എന്നുള്ളത്. അത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. അപ്പോൾ ആ പുള്ളി പക്ഷെ എനിക്ക് വേണ്ടി നിന്ന നിപ്പ് അങ്ങനെ അധികം പേരൊന്നും വേണ്ട. ഒരാള് നമ്മുടെ കൂടെ നിന്നാ മതി, അത് മതി. നമ്മൾ ലൈഫിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ പടം കയറി അടിക്കുന്നു. 100 ദിവസം കേരളത്തിൽ അത് ഓടുന്നു. അവിടെ നിന്ന് തുടങ്ങിയാണ് ഞാനെന്ന് പറയുന്ന നടൻ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കയറ്റിറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇതാണ് എൻ്റെ ഒരു കരിയർ ഗ്രാഫും അല്ലാതെയുള്ള. പിന്നെ ഇതിൽ പറയുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇത്രയൊന്നും ഒരു ഇന്റർവ്യൂവിന് നീളം കിട്ടാറില്ല ഇതൊക്കെ പറയാനായിട്ട്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാലടാ, ഇന്റർവ്യൂലെ പോഡ്കാസ്റ്റ് ആണ്. എന്നോട് കുറെ പേര് പറയൂടാ, നിങ്ങൾ സെലക്ട് ചെയ്യും, നിങ്ങൾ നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യും, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്ന. ആക്ച്വലി അങ്ങനെയല്ല. എനിക്ക് വരുന്ന സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടുന്നതല്ലടാ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യണം സിനിമ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, എന്നെ ഉർവശി ചേച്ചി ഒരു നല്ല വാക്ക് പറയുമ്പോൾ ഞാൻ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നതും. ഇന്നാളൊരു കോഴിക്കോടുള്ള ഒരു ഫോട്ടോ വരയ്ക്കുന്ന ആള് ഞാൻ നിന്നെ കാണിച്ചു തന്നിരുന്നത്. അയാള് 10 രൂപ ഫോട്ടോയ്ക്ക് വരുന്നത്. പക്ഷെ അയാളുടെ ഞാൻ ഇതിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നടന്മാരെന്ന കൂട്ടത്തിൽ ആ ഏരിയയിലില്ല ഞാൻ. ഇപ്പോഴും സരോജ് കുമാർ മറ്റേ പട്ടാളത്തിൽ ചേർന്ന് കഴിയുമ്പോൾ ഒരു സെക്ഷൻ മലയാള സിനിമ മുഴുവൻ ഇങ്ങോട്ട് പോകുന്നു, ശ്രീനിയേട്ടൻ മാത്രം അങ്ങോട്ട്. ഞാൻ ആ പാടത്തിൽ കൂടി നടന്നു പോണ ആളാണ് ഞാൻ. എനിക്ക് വരുന്ന സബ്ജക്റ്റുകളൊക്കെ ഇല്ലടാ, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും തട്ടി 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 ലാസ്റ്റ് അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുക്കുന്നതിന് പരിമിതി ഉണ്ട്. നമ്മൾ പറയൂല്ലോ എന്ന് നല്ല സെലക്ട് ചെയ്യണമെന്നൊക്കെ പറയും, ഇവിടെ വരണ്ടേ, കിട്ടണ്ടേ.
അപ്പം എന്താണ് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യും ഞാൻ തന്നെ കുറേ കഥകൾ കേട്ട് നമ്മൾ തന്നെ പ്രൊഡ്യൂസർമാരെ ഒപ്പിച്ച് അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായതല്ല. എന്നെ അങ്ങനെ പുറത്തുനിന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ നാൾക്ക് ഷൈലോക്കിൽ അജയ് വാസുദേവ് വിളിച്ചത് ഭയങ്കര ഹാപ്പി ആയി പോയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചാൻസ് ചോദിക്കാത്ത ആരും ഇല്ല ഇപ്പോൾ. ഞാനിപ്പോൾ നിലവിൽ ഞാൻ നിന്നോട് പറഞ്ഞു ഈ സ്റ്റിൽ ഞാനിപ്പോൾ ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ സംവിധായകരും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആർക്കൊറേ ആയിട്ടുള്ള ഇപ്പോൾ വിപിൻ ദാസ് ആണെങ്കിലും തരുൺ മൂർത്തി ആണെങ്കിലും ഇവിടെയുള്ള എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള സംവിധായകരെല്ലാവരെയും വിനയൻ സാറ് വിളിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എനിക്കൊരു നല്ല നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തത് മോശമാണെന്നല്ലല്ലോ. കാരണം എന്നെ വെച്ചെടുക്കാൻ വരുന്നവരെ ഞാൻ അത്രയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് കാണുന്നത്. ഓരോ സിനിമയും ഞാൻ നന്ദിയോടെയാണ് കാണുന്നത്. എനിക്ക് അവസരം തന്നു ഇവർക്ക് എല്ലാവർക്കും. ഇപ്പോൾ പുതിയ പടത്തിലെ കൂടൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ എൻ്റെ പുതിയതായിട്ട് വരാനുള്ള. ആ കൂടലിൻ്റെ ഷാഫിക്ക, ഷാനുക്ക, അവരുടെ ധൈര്യം, ഇത് ഒരു അംഗീകരിക്കലും കൂടിയാണല്ലോ. കൂടലിൻ്റെ കംപ്ലീറ്റ് കാസ്റ്റില് ബിബിൻ ബ്രോ തന്നെയാണ് അതിനകത്ത് ബ്രാൻഡ് ഇമേജ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതെ. പിന്നെ അപൂർവ ഉത്തരന്മാരെന്ന് പറഞ്ഞ് ഇനി വരാനുണ്ട്. അത് രജിത്ത് രവിയും ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുതിയ 2 ഡയറക്ടേഴ്സാണ് അതും. പിന്നെ അതേപോലെ ഇനി ശുക്രൻ ഉബൈനി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അതിൽ രാഹുൽ എന്ന് പറഞ്ഞ റൈറ്റർ. ചിലവരില്ലേ ബ്രോ നമുക്ക് വേണ്ടി സ്നേഹം കൊണ്ട് എഴുതും. ഈ രാഹുൽ ബ്രോ ഒക്കെ അങ്ങനെയാ. ശുക്രന്റെ റൈറ്ററൊക്കെ ബിബിനെ വെച്ച് എഴുതണമെന്നും പറഞ്ഞ് എഴുതുന്ന അങ്ങനത്തെ സ്ക്രിപ്റ്റുകളില്ലേ, അങ്ങനെ കിട്ടും ചിലത്. അതേപോലെ എന്റെ 3ാമത്തെ ഹീറോ പടം ഉണ്ട് തിരുമാലി. അതിലെ രാജീവ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ബോംബ് കഥയിലെ അസോസിയേറ്റാ. ബോംബ് കഥയിലെ ആദ്യത്തെ ഷോട്ടില്ലേ, ഞാൻ നായകനായിട്ട് വരുന്ന ആദ്യത്തെ ഷോട്ട്, അത് കഴിഞ്ഞ് ഓക്കെ അടിച്ചു ഷാഫി സാറ് ഓക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ട് പുള്ളി എൻ്റെ കയ്യിൽ പറഞ്ഞു എൻ്റെ പടത്തിൽ ബിബിനാട്ടെ ഹീറോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അയാൾ വാക്ക് വലിച്ച് തിരുമാലിയിൽ ഞാനായിരുന്നു ഹീറോ. അങ്ങനെ കുറേ നല്ല ആളുകളുടെ കൂടെയാണ്, നല്ല മനുഷ്യരിലൂടെയാണ് പോകുന്നത്. ഈ അവസരം ചോദിച്ചിട്ട് തരാത്തവരാരും മോശക്കാരോ ഒന്നുമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് എത്രയോ പേര് ചാൻസ് ചോദിക്കുന്നു. ഇപ്പൊ ചില പടത്തിൽ നമുക്ക് കൊടുക്കാൻ അവസരം ഉണ്ടാവില്ല. പിന്നെ ചിലവർ എൻ്റെ പരിപാടിയിൽ കണ്ടിട്ടുണ്ടാവില്ലടാ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു വയ്യാത്ത ആള് തന്നെയാണ് ഇപ്പോഴും. എന്റെ ഇപ്പൊ ഓഡിയൻസിന് ഇത് കണ്ട് ശീലമായി. സിനിമാക്കാർ എത്ര പേര് എന്റെ പടങ്ങൾ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞ വേണ്ടിട്ടോ നമ്മള് എടാ ഒരു പരാതി ഇല്ലെന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുക ഇപ്പോഴും എത്ര എടാ ഒരു സിനിമ എടുക്കുമ്പോ എന്റെ ഒരു നടൻ എന്നുള്ള പേര് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അറ്റത്തെങ്കിലും കാണൂലടാ. വിക്കിപീഡിയയിൽ പേരുണ്ടല്ലോ. അഭിനയിച്ച പടത്തിന് ലിസ്റ്റ് എടുത്തപ്പോ എനിക്ക് 2 സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വന്നു, മേളിലും താഴെയായിട്ട്. അത്രയില്ലേ മതി. ഞാൻ പല പടത്തിലും അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ബിബിൻ ബ്രോ. അത് ചെറിയ കാര്യമായിട്ട് ആരെങ്കിലും അണ്ടർപ്ലേ ചെയ്യണേ അവന്റെ കെണ്ട നോക്കി അടിച്ചു കൊടുക്കണം. അല്ല ഇവരൊക്കെ ഞാൻ എപ്പോഴും ഞാൻ തന്നെ എഴുതിയൊരു കോട്ടുണ്ട്. അതായത് നമ്മളെ ലോകത്തിന് കാണിക്കാൻ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറിയെന്നാൽ മതി. നമ്മൾ വന്നാലേ കാര്യമുള്ളൂ. അതായത് അവര് ഇപ്പൊ കാണുന്നില്ലല്ലോ, കാണുന്ന രീതിയിൽ ഇതിങ്ങനെ നിക്കണം. അതുവരെ ഞാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂടാ. ഇതെല്ലാം ശ്രമങ്ങളാ, പരാജയങ്ങൾ ഇതിന്റെ ഒപ്പം ഉള്ളതാ. ശ്രമിക്കുന്നവനെ പരാജയമുള്ളൂ. ബിബിൻ ബ്രോയുടെ കോട്ടിനോട് എൻ്റെ ഒരു കോട്ടോട് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേൾഡ് വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു. അതാണ് സ്വന്തമായിട്ട് നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ലോകം നമ്മളെ വിശ്വസിക്കും. ലോകം നമ്മളെ വിശ്വസിച്ചു തുടങ്ങും. നമ്മളെ എത്രത്തോളം കാലം ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുവോ അത്രത്തോളം കാലം നമ്മളെ വിശ്വസിക്കാത്തപ്പോൾ ആൾക്കാരെന്തിനും നമ്മളെ വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ജോലി തരാൻ പറഞ്ഞ ആള് ഇവനിൽ വിശ്വാസം ഇല്ല, എന്റെ പൈസ ഇവരിൽ മുടക്കണം എന്നുള്ളൊരു ചോദ്യം വരും. വിശ്വസിക്കുക, സ്വന്തമായിട്ട് വിശ്വസിക്കുക. ആ വിശ്വാസം ബ്രോ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഒരു ലെവലോട്ടൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉർവശി ചേച്ചി അന്ന് വന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞ കാര്യത്തോട് ഞാൻ ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരു കാര്യമാണ് ബിബിൻ ബ്രോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അഭിനയിക്കണമെന്നുള്ള ത്വരയാണ് ഉള്ളിൽ നിന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്വര ഉള്ളപ്പം ബിബിൻ ബ്രോ ഒരിക്കലും അത് പാഴായി പോകത്തില്ല. കാരണം ഓരോ ദിവസം എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇതെങ്ങനെ ഇതിലോട്ട് കയറി പറ്റാം, അല്ലെങ്കിൽ ഇതെങ്ങനെ അടുത്തത് അച്ചീവ് ചെയ്യാന്നുള്ള തോട്ട് നിൽക്കുമ്പോൾ യൂണിവേഴ്സ് അത് കൊണ്ട് വരും. ഇപ്പോൾ ബിബിൻ ബ്രോ നിൽക്കുന്ന ലെവലൊന്നും അല്ല, ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ബിബിൻ ബ്രോ.